ഒന്നാമത്തെ റൗണ്ടിൽ UDF പ്രതീക്ഷിച്ചതിലേക്ക് UDFന് എത്താതെ വന്നത് രണ്ടാം റൗണ്ടിലും അവരുടെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. നാലാം റൗണ്ട് വോട്ട് കാരണം ഒന്നാം റൗണ്ടിനെ കൂടി മറികടന്നുകൊണ്ട് രണ്ടാം റൗണ്ടിൽ ഒരു ലീഡിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. പ്രതീക്ഷിച്ചതിൽ തന്നെ നിന്നു. ഏതാണ്ട് ഒരു 800-ൽ പരം വോട്ടുകൾ കിട്ടിയതാണ് നേട്ടമായത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മൂന്നാം റൗണ്ടിൽ വന്നപ്പോൾ വലിയ തോതിൽ UDFന്റെ മുന്നോട്ട് പോക്കിനെ LDF തടഞ്ഞു നിർത്തി. ചുരുക്കം ലീഡ് 200 വോട്ടിന്റെ ലീഡിലേക്ക് UDFനെ വഴിക്കടവിൽ മൂന്നാം റൗണ്ടിൽ LDF പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അൻവർ പിടിച്ച വോട്ടുകൾ UDFനെ വല്ലാതെ ബാധിച്ചു. ഇനി അടുത്ത കണക്ക് വരുന്നുണ്ട്. നാലാം റൗണ്ട് തുടങ്ങുന്നു. ഈ വഴിക്കടവിലെ 4 ബൂത്തുകൾ, പിന്നീട് മൂത്തയിടത്തെ 10 ബൂത്തുകൾ അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തായിരിക്കുമല്ലോ അടുത്ത നാലാം റൗണ്ട് എന്ന് പറയുമ്പോൾ വഴിക്കടവ് പൂർത്തിയായി മൂത്തയിടം ആരംഭിച്ചു. മൂത്തയിടത്തെ 10 ബൂത്തുകൾ അതിൽ പൂർത്തിയാകും. അപ്പോൾ അതും സ്വാഭാവികമായി UDFനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണ്. അതിൽ ഏതെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. UDFന് അവിടെ ഒരു നല്ല ലീഡ് കിട്ടിയാലും അത്ഭുതമൊന്നുമില്ല. പക്ഷേ ട്രെൻഡ് അനുസരിച്ച് വഴിക്കടവിൽ കണ്ട ഒരു ചെറുത്തുനിൽപ്പുണ്ട് LDF. അത് മൂത്തയിടത്ത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. UDF അനുകൂല വോട്ടുകൾ സ്വരാജിലേക്ക് വന്നിട്ടുണ്ടോ? അതിൽ മൂത്തയിടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രദേശമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം നോക്കാം. ഇതെല്ലാം അറിയുന്നത് ഒരു കാര്യം കൂടി അവിടെ രസകരമായ ഒരു കൗതുകം കൂടിയുണ്ട്. ലീഗിന്റെ താഴെത്തട്ടിലുള്ള ഷൗക്കത്തിനോടുള്ള വിരോധം അത് അതേപടി നിൽക്കുന്നുണ്ടോ എന്ന് മൂത്തടത്തറിയാം. കാരണം ലീഗിന്റെ ഏറ്റവും നല്ല ശക്തിയുള്ള ഇടങ്ങളിലൊന്നാണ്. നേതാക്കന്മാർ, നേതൃത്വം വളരെ പ്രധാനമായി വളരെ ശക്തമായി തന്നെ കോർഡിനേഷനിലൂടെ അത്തരം തർക്കങ്ങളൊന്നുമില്ലാത്ത വിധം പരമാവധി UDF വോട്ടുകൾ സമാഹരിക്കും വിധത്തിലേക്ക് ലീഗും കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മനു പറഞ്ഞ പോലെ താഴെത്തട്ടിൽ എത്രമാത്രം അത് എത്തിയിട്ടുണ്ട്? അതിനേക്കാൾ ഉപരി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിശക്തമായ നിലപാടുകൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ, ആ സ്ഥാനാർത്ഥിയാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നത് പ്രധാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അൻവർ UDFന്റെ വോട്ട് പിടിച്ചു എന്നത് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ചേർത്തേട്ടൻ പറഞ്ഞ M സ്വരാജിന്റെ ആ നിലപാടുകൾ, ആ ഒരു സ്വീകാര്യത, അതാണ് അതൊരു അടിയൊഴുക്കാണ്. കാരണം അതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് വീഴുമെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ചെറുപ്പക്കാരെ, പുതിയ വോട്ടർമാരെ, സ്ത്രീകളെ, പുതിയ വോട്ടർ, അപ്പൊ ഇവരെ എങ്ങനെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി സ്വാധീനിച്ചിരിക്കുന്നു, അതൊരു അടിയൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് കണക്കുകൾ വ്യക്തമല്ല. അത് വോട്ടെണ്ണി കഴിയുമ്പോൾ പറയാനേ കഴിയും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഴിക്കടവിൽ UDF ലീഡ് ചെയ്യുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ അതൊരു ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറയുന്നതിലേക്ക് വന്നു. ഇതാണ് നമ്മൾ ആദ്യം മുതൽ പറയുന്നത്. രാവിലെ മുതൽ ഓരോ റൗണ്ടിനെ കുറിച്ചും വിശദീകരിക്കുന്നത് അത് തന്നെയാണ്. UDF ലീഡ് ചെയ്താലും എത്രമാത്രം ലീഡ് ചെയ്യുന്നു എന്ന് നോക്കി മാത്രമേ വഴിക്കടവിലെ ലീഡ് UDFനെ സംബന്ധിച്ച് ആശ്വാസകരമാണോ, തൃപ്തികരമാണോ എന്ന് പറയാനാവും. അങ്ങനെയല്ല എന്നുള്ളതാണ്. UDF നേരിയ ലീഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു 223 വോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ UDF ലീഡ് ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഇപ്പോൾ ചിന്തിക്കാവുന്നത് വളരെ ശക്തമായ ഒരു മത്സരം നിലമ്പൂരിൽ നടക്കുന്നതാണ്. ഇഞ്ചോടിഞ്ചു മത്സരമാണ് നടക്കുന്നത്. LDF എങ്ങനെയാണോ കണക്ക് കൂട്ടിയിരിക്കുന്നത് ആ കണക്കൂട്ടലിനനുസരിച്ച് ഇതുവരെയുള്ള റൗണ്ടുകൾ നടന്നിരിക്കും. UDF ലീഡ് ചെയ്യുമ്പോഴും അതാണ്. LDF ലീഡ് ചെയ്യുന്നല്ല LDF ഒരിടത്തും പറഞ്ഞു. UDF ലീഡ് ചെയ്യും. പക്ഷേ അവർ വിജയിച്ചിട്ടുണ്ട്. ആ കണക്കൂട്ടൽ ശരിയായി വന്നിരിക്കുന്നു എന്നത് പ്രധാനമാണ് എന്നതുകൂടി കാണാം. ഇനി ആ കണക്കുകൂട്ടലുകൾ മുത്തയിടത്ത് എങ്ങനെ ശരിയാകും? അത് റൗണ്ട് വരട്ടെ. അതുകൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല. ആളുകളുടെ യുക്തിയെ പരിഹസിക്കരുതെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. കാരണം അല്പസമയം കഴിയുമ്പോൾ വരാൻ പോവുകയാണ്. അവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഡിക്ഷന്റെ ഒന്നും പക്ഷേ അപ്പോഴും വഴിക്കടവിന്റെ സ്വാധീനം മുത്തയിടത്തുണ്ടാകാം എന്ന ഒരു നിഗമനമുണ്ട്, ഒരു തോന്നലുണ്ട്, നിശ്ചയമായുണ്ട്. അത് തെരഞ്ഞെടുപ്പുകളുടെ ഈ സമീപകാലത്തെ രീതി വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എൻ്റെ തോന്നലതാണ്. ചിലപ്പോൾ അത് മാറാം. പക്ഷേ വഴിക്കടവിൽ കണ്ട ഇതേ പാറ്റേൺ ഒരുപക്ഷെ മുത്തയിടത്തുണ്ടാകാം. അങ്ങനെ വന്നാൽ UDF പ്രതീക്ഷിച്ച് ഒരു ലീഡിലേക്ക് അവർക്ക് പോകാൻ കഴിയാതെ വന്നേക്കാം. അങ്ങനെ വന്നാൽ അത് LDFനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരവും മറ്റു പഞ്ചായത്തുകൾ കൊണ്ട് UDFുമായി കുറെ കൂടി ശക്തമായി മത്സരിക്കാം എന്നൊരു നില വരികയും ചെയ്യും. പക്ഷേ അതറിയണമെങ്കിൽ 4 മുതലുള്ള 2-3 റൗണ്ടുകൾ പ്രധാനപ്പെട്ടതാണ്. വഴിക്കടവ് പോലെയാണോ മൂത്തയിടം ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് എന്നത് അറിയാൻ വഴിക്കടവ് പൂർത്തിയാക്കി മൂത്തയിടം പഞ്ചായത്തിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ വഴിക്കടവ് ക്ലോസ്. അതെ. അപ്പോ നേരത്തെ കഴിഞ്ഞു. 1469 ഞാനതാ പറഞ്ഞു വന്നത്. 1469 മൂന്നാം റൗണ്ട് കഴിയുമ്പോഴുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ വഴിക്കടവിലെ ഭൂരിപക്ഷം ലീഡ്. ആ ലീഡിൽ നിന്ന് വഴിക്കടവിൽ അവശേഷിക്കുന്ന 4 ബൂത്തുകളാണ് അല്ലെ? ആ 4 ബൂത്തിൽ നിന്ന് കിട്ടുന്ന
ലീഡ് ഉണ്ടോ, അതോ ലീഡാണോ, അതോ സ്വരാജിനാണോ ലീഡ് എന്നുള്ളതൊക്കെ അറിയാനിരിക്കുന്നുള്ളൂ. അത് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വരും. അതോടുകൂടി ഏതാണ്ട് ഒരു 1469 അല്ലേ മനു, ഒരു 1500 എന്ന നിലയിൽ റൗണ്ട് ചെയ്യാം വരുന്നത്. ഈ വഴിക്കടവിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 1500 പരിസരത്ത് നിൽക്കുന്ന ലീഡായി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 4 ബൂത്തുണ്ട്. ഞാനത് റഫ് ചെയ്ത് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. പക്ഷെ അപ്പോഴും അവർ പ്രതീക്ഷിച്ചതിലും പകുതിയിൽ താഴെയാണ്. 3000-നും 4000-നും ഇടയിൽ പരമാവധി 4000 വരെ വോട്ട് ലീഡ് നേടാം എന്ന് വഴിക്കടവ് പഞ്ചായത്തിനെ കുറിച്ച് UDF കരുതിയിടത്താണ് ഏതാണ്ട് ഒരു 1500-ലേക്ക്. അത് LDF-ന്റെ കണക്കിനെ ശരിവെക്കുന്നതുമാണ്. പറഞ്ഞതുപോലെ ഇത് വഴിക്കടവിന്റെ കണക്കാണ്. യെസ്, ഞാനിതാ പറഞ്ഞത് 1500 കുറച്ചങ്ങോട്ട് കൂടിയാലും UDF പ്രതീക്ഷിച്ചിടത്ത് തന്നെ വഴിക്കടവ് നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. UDF പ്രതീക്ഷിച്ചിടത്ത് 1612 വോട്ടിന് ഒരുപക്ഷെ മറ്റൊന്നും കൂടി വരാം. ഇനി മൂത്തേടവും കൂടെ മൂത്തേടവും കടന്നു വരാം. 1633 മൂത്തേടത്തിന്റെ 10 ബൂത്തുകളാണ് ഇതിൽ എണ്ണുന്നത്. അത് എണ്ണുന്നതിനനുസരിച്ചുള്ള അനൗപചാരികമായി കിട്ടുന്ന അല്ലെങ്കിൽ അനൗദ്യോഗികമായി കിട്ടുന്ന കണക്കുകൾ സ്ക്രീനിലേക്ക് വരികയാണ്. 1633 മൂത്തേടം നല്ല ലീഡ് കിട്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ വഴിക്കടവ് പോലെയോ വഴിക്കടവിലും കൂടുതലായിട്ടോ UDF-നെ മൂത്തേടം സഹായിക്കുമോ? അത് ഈ റൗണ്ടിലെ ട്രെൻഡ് കണ്ടാൽ അറിയാം. പക്ഷേ ബെറ്ററായിട്ട് ഷൗക്കത്ത് അവിടെ പോകുന്നുണ്ട്. മൂത്തേടത്തെ ലീഡ് നില കാട്ടുന്ന ഒരു സൂചന UDF-ന് മേൽക്കൈയുള്ള പഞ്ചായത്തിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ഷൗക്കത്ത് കാഴ്ചവെക്കുന്നു എന്നാണ് ആ ലീഡിന്റെ സൂചന നൽകുന്നത്. പക്ഷേ അപ്പോഴും ഒരു കാര്യം, വഴിക്കടവിൽ UDF പ്രതീക്ഷിച്ചതിലേക്ക് എത്തിയിട്ടില്ല. അവരുടെ ലീഡ് എന്നുള്ളത് വല്ലാതെ ഒരു 1500-ന്റെ പരിസരങ്ങളിൽ ചുരുക്കപ്പെട്ടു. അത് LDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ വഴിക്കടവിൽ വരികയും ചെയ്തിട്ടുണ്ട്. മൂത്തേടം എങ്ങനെ എന്നുള്ളതാണ് വലിയ ലീഗ് സ്വാധീന മേഖലയാണ്. UDF-ന് നല്ല സ്വാധീനമുള്ള മറ്റൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത്, ഈ 2 പഞ്ചായത്തുകളാണ് വളരെ ശക്തമായ UDF സ്വാധീന മേഖലകൾ. 23 ബൂത്തുകളാണ് ഈ മൂത്തേടത്തുള്ളത്. 23. അതിലിപ്പോ 10 കഴിയും. 10 ഈ റൗണ്ടിൽ കഴിയും. 4 റൗണ്ടിൽ കഴിയും. പിന്നെ ഒരു 13 കൂടെ ഉള്ളൂ. അതെ. സെക്കൻഡ് റൗണ്ടിൽ അത് കഴിയും. മൂത്തേടം കഴിയും. അതെ. അപ്പോ സെക്കൻഡ് റൗണ്ട് അല്ല, 5ാമത്തെ റൗണ്ട്. മീൻസ് 2 റൗണ്ട് ആകെ ആ പഞ്ചായത്തിൽ ഇടാനുള്ളൂ. അല്ല, ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് 5ാം റൗണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇപ്പോൾ 1774 വോട്ടിന് ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തും കഴിഞ്ഞ് മൂത്തേടം കൂടി എണ്ണുന്ന സാഹചര്യത്തിൽ വരുന്ന ലീഡിന്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത റൗണ്ട് കൂടി കഴിയുമ്പോഴേ, അതായത് 5ാമത്തെ റൗണ്ട് കൂടി കഴിയുമ്പോൾ മൂത്തേടവും പൂർണ്ണമാകും. അതെ,